അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇഷ്ടം അല്ലെങ്കിലും ഇവിടെ ഒരു ഗെയിം കളിച്ചേ പറ്റൂ. നമ്മൾ നേരത്തെ ചെയ്തപോലെ നമ്മളെല്ലാം അങ്ങ് ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയിലാണ്. അപ്പൊ ഒരു നല്ലൊരു ഗെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രോപ്പർട്ടീസ് ഒക്കെ വരുമ്പോൾ ഞാൻ പറയാം. റെഡി? ഓക്കെ, റെഡി. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരും ഗെയിം കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കുറച്ച്, അതായത് ജനറൽ നോളജ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൻസർ ഇപ്പൊ ആദ്യം ശ്രീജിത്തിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആൻസർ അറിയാമെങ്കിൽ നേരെ ഒരു ബലൂൺ ചവിട്ടി പൊട്ടിക്കണം, എന്നിട്ട് ആൻസർ അങ്ങ് പറയണം. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൈജ ചേച്ചിക്ക് പാസ് ചെയ്യുന്നു. ചേച്ചി ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു ബലൂൺ എടുത്ത് വീർപ്പിച്ച് കെട്ടി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. റെഡി? അപ്പൊ ആദ്യം ശ്രീജിത്തേട്ടൻ, ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ ചലച്ചിത്ര പ്രവർത്തകൻ. ഒരുപാട് സമയം നമുക്ക് തരാൻ പറ്റില്ല. ഓപ്ഷൻസ് ഇപ്പൊ ഓപ്ഷൻസ്, അതായത് ക്ലൂ പറയാം. അദ്ദേഹം നടനല്ല, അഭിനേതാവല്ല. അതെനിക്ക് തോന്നി യേശുദാസ് ഗായകനുമല്ല, നടനുമല്ല, ഗായകനുമല്ല, സംവിധാനമാണ്. മലയാളിയാണ്. അതന്നെ, മലയാള ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ ചലച്ചിത്ര പ്രവർത്തകൻ മലയാളിയാണ്. അതെ, സംവിധായകനുമാണ്. അറിയോ? നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകള് കൂടുതലും ഈ പുരസ്കാരങ്ങൾക്ക് ഉള്ള സിനിമകളായിരിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ. കറക്റ്റ്, അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ്. ഓക്കെ, ഇനി അടുത്തത്, നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? കമലതളം സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. കമലതളം പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, അപ്പൊ പാസ് ചെയ്യുന്നു. ഭരതമുനി. അല്ല, ചേച്ചി വീർപ്പിക്കണം. ഈ ചേട്ടൻ ആൻസർ പറയാൻ ചേച്ചി വീർപ്പിക്കണം. കെട്ടിക്കോ, അത്ര മതി. ഉള്ളത് കൊണ്ട് കെട്ട്. അയ്യോ, എന്ത് ഇങ്ങനെ കെട്ടാം. അങ്ങനെ കെട്ടിക്കോ, എന്നിട്ട് ഇവിടെ തന്നെ വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് ചേട്ടന്റെ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ കൊറോണ ലോക്ക്ഡൌൺ വന്ന ഡേറ്റ് അറിയില്ല. പാസ്. മാർച്ച്. പൊട്ടിച്ചിട്ട് പറഞ്ഞോ. മാർച്ച് 29 അല്ലേ പൊട്ടിച്ചത്? മാർച്ച് 29, 30. മാർച്ച്. ഓക്കെ, അന്ന് നമ്മളത് സമ്മതിച്ചോളൂ. മാർച്ച് 24. അല്ല, 29 കുഴപ്പമില്ല. മാർച്ച് അത് പറഞ്ഞല്ലോ, അടുത്ത് വന്നു. ഇനി അടുത്തത്, ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ. എഴുതിയത് സംവിധായകൻ ആ സമയത്ത് പരിചയമില്ല. ഓപ്ഷൻസ് പേര് പറഞ്ഞാൽ ഓപ്ഷൻസ് എന്താ ഇപ്പൊ ഓപ്ഷൻസ് പറയാ? ആ കാലത്തെ സംവിധായകന്റെ ഒരു കുഞ്ഞു പേരാണ് അദ്ദേഹത്തിന്. നമ്മള് ചെറിയ കുട്ടികളുടെ പേരില് ആ സമയത്തുള്ള ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വിളിക്കുക അങ്ങനത്തെ ഒരു പേര്. അതായത് ഈ അച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ കുഞ്ഞതാണ്. കാര്യമായിട്ടൊന്നും ആലോചിക്കൂ. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ ഒരുപാട് അവാർഡ്സ്. കാര്യമായിട്ടൊന്നും ആലോചിക്കുന്നു. സൂപ്പർ, അതൊരു അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ, പൊട്ടിച്ചോ, വലിയ പൊട്ടിച്ചോ. ഒരു കൈസഹായം വേണ്ടി വന്നതാ. ഇനി അടുത്ത ചേട്ടന്റെ ആണ്. ഹാരി പോട്ടർ എഴുതിയത് ആര്? ഹാരി പോട്ടർ എഴുതിയത് ആര്? ഒരു തുടക്കം, ഒരു ക്ലൂ, എന്തെങ്കിലും ഒരു ചെറിയ. ജെ.കെ. റോളിംഗ്. അയ്യോ. അടുത്തത്, ATMന്റെ ഫുൾ ഫോം. ഓട്ടോമാറ്റിക്. പൊട്ടിച്ചിട്ട് ഓട്ടോമാറ്റിക്. അതപ്പൊ പറഞ്ഞിരുന്നേ കിട്ടി. ആ പൊട്ടലിൽ പോയത്. ഓട്ടോമാറ്റിക് ടീ കിട്ടില്ല. മെഷീൻ. ഓട്ടോമാറ്റിക്.
ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ മെഷീൻ അല്ല, ഉത്തരം തെറ്റി. അല്ലേ? ടെല്ലർ മെഷീൻ. അയ്യോ. ടെല്ലിംഗ് മെഷീൻ. വീർപ്പിച്ചോളൂ. ആദ്യമായിട്ട് ഞാൻ ഒരാൾ automatic. പൊട്ടിക്കുകയും വീർപ്പിക്കുകയും ചെയ്തത്. ഓട്ടോമാറ്റിക് മെഷീനും ഞാൻ പറഞ്ഞു. അത് പറ്റില്ല. പക്ഷെ ഇത് കുറച്ച് എത്ര പേർക്ക് കുറച്ച് വീർപ്പിക്കാൻ. പകുതി വീർപ്പിച്ചോ, ഇത്ര വീർപ്പിച്ചോ മതി. അവിടെ ഇരുന്ന് വീർപ്പിക്കും. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുക്കട്ടെ. അത് ശരിയാ. കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ഒരു ജില്ലയുണ്ട്. ഇടുക്കി. ഏ ഇടുക്കി. ഇടുക്കി. ഉത്തരം തെറ്റാണ്. തെറ്റാണ്. പാസ്. പാലക്കാടല്ല. പാലക്കാടല്ല. തൃശ്ശൂർ അതായത് ഞാൻ പറയാം, അതായത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ്, കായംകുളം, ആലപ്പുഴ, ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണോ? ട്രിവാൻഡ്രം റേറ്റിലേക്ക് വരുമ്പോഴാണ്. കൊല്ലം. കറക്റ്റ് ആൻസർ. വീർപ്പിച്ചോളൂ. സുകുമാരക്കുറുപ്പായി TG രവി അഭിനയിച്ച മലയാള ചലച്ചിത്രം. KL47 ഏ? അല്ലേ? NH47. വണ്ടി number ആയി പോയി. വണ്ടി നമ്പർ ആയി പോയി. Correct. അപ്പൊ NH47 കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. മതി മതി. എന്നാ കെട്ടിക്കോ. ശരിയാ. ഇനി അടുത്തത് ചേട്ടന്റെ ചോദ്യമാണ്. കേരളത്തിന്റെ സാംസ്കാരിക നഗരം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. എന്നാൽ അക്ഷര നഗരി ഏതാണ്? അക്ഷരനഗരി ഏതാ? നമ്മൾ എപ്പോഴും പറയും അക്ഷരമുറ്റത്ത് ആ ഒരു നഗരത്തിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഈ അതായത് അവിടെ കൂടുതലും നമ്മളിങ്ങനെ എപ്പോഴും ചില സ്ലാങ് ഒക്കെ വ്യത്യാസമുണ്ട്. അവിടുത്തെ കുറച്ച് ക്രിസ്ത്യൻ ഇത് കൂടുതലുള്ളൊരു കോട്ടയം. പൊട്ടിച്ചോ. പൊട്ടിച്ചിട്ട് പറയാം. ഓക്കെ, പൊട്ടിച്ചു. അപ്പോ ഇനി അടുത്ത ചേച്ചിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോട്ടയം ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് തിരുവനന്തപുരം. പൊട്ടിച്ചോട്ട് ഏതാന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഏതാണ്? തിരുവനന്തപുരം. ഉറപ്പാണോ? കറക്റ്റ് ആൻസർ. കറക്റ്റ്. അപ്പൊ ഞാൻ വീർപ്പിച്ചില്ല. ഏറ്റവും കൂടുതൽ ഈ ഗെയിമിൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് സജിത ചേച്ചിയാണ്. ചേട്ടനാണ് കൂടുതൽ വീർപ്പിച്ചത്. ഞാനൊരു ടീച്ചറാണ്, ഇനി പറയാന്ന്. പക്ഷെ അപ്പൊ എന്തായാലും ഈ ഗെയിമിൽ നമ്മൾ ജയിച്ചതായത് ഈ ടീച്ചറിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആൻഡ് തോറ്റതായിട്ട് ഈ അഭയകുമാറിനെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ രണ്ടുപേരും നന്നായിട്ട് നല്ല രീതിയിൽ ചില ആൻസറുകളൊക്കെ പറഞ്ഞു. വളരെ ഗംഭീരമായി ഈ ഗെയിം പൂർത്തിയാക്കിയിരിക്കുന്നു.